പേസ് ബോളർമാർക്ക് സ്വിംഗ് കിട്ടിയ പിച്ചിൽ പ്രോപ്പർ ടെക്നിക്കിന്റെ പ്രാധാന്യം എന്താണെന്ന് കാണിച്ചു കൊടുത്ത ഇന്നിംഗ്സ് ആയിരുന്നു അത്. അവസാന ഓവറിലെ 2 ക്ലാസിക് ഷോട്ടുകൾ, അതും ലോകോത്തര പേസ് ബോളർ ജസ്പ്രീത് ബുംറയ്ക്കെതിരെ സ്വീപ്പ് ചെയ്തുകൊണ്ടുള്ള സിക്സർ. 2 സീസൺ മുമ്പ് IPL ദുബായിലെ 2ാം പാദത്തിലെ ആദ്യ മത്സരത്തിൽ ചെന്നൈ വിജയത്തിന് പ്രധാനമായും മഹേന്ദ്ര സിംഗ് ധോണിയും ഫാൻസും നന്ദി പറഞ്ഞത് ഋതുരാജ് ഗെയ്ക്വാദിനോടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ തകർപ്പൻ ഇന്നിംഗ്സിനോടായിരുന്നു. എൻ ഇന്നിംഗ്സ് ടു റിമെമ്പർ. അന്ന് ടോസ് നേടിയ ചെന്നൈ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുന്നു. ആദ്യ ഓവറിൽ ഫാഫ് ഔട്ടാകുന്നു, കവറിലെ ക്യാച്ച് 0 റൺസ്. 2ാം ഓവറിൽ മൊയിൻ അലി ഔട്ടാകുന്നു, എഗെയിൻ 0. ഓഫ് സൈഡിൽ അദ്ദേഹം ക്യാച്ചായി ഔട്ടാകുന്നു. 3ാം ഓവറിൽ അമ്പാട്ടി റായുഡു റിട്ടയർഡ് ഔട്ടാകുന്നു, അദ്ദേഹവും 0 റൺസ് മാത്രമാണ് നേടിയത്. മിൽനയുടെ പന്ത് കൊണ്ട് പരിക്കേൽക്കുകയായിരുന്നു. 4ാം ഓവറിൽ റെയ്ന റൺഔട്ട് ആവുന്നു, 4 റൺസ് മാത്രമാണ് നേടിയിരുന്നത്. 6ാം ഓവറിൽ ധോണി ഔട്ടാവുന്നു, 3 റൺസ്. പവർ പ്ലേ കഴിയുമ്പോൾ 24 റൺസിന് നഷ്ടമായത് ടീമിലെ 5 ബാറ്റ്സ്മാൻമാരെയാണ്. RCBയുടെ 49 എന്ന IPL ചരിത്രത്തിലെ കുഞ്ഞൻ സ്കോർ എന്ന നാണക്കേടിന് ഭീഷണി എന്ന് പോലും തോന്നിപ്പിച്ച സമയമായിരുന്നു അത്. ഈ അവസ്ഥയിൽ നിന്നും ആ മാച്ച് CSK ജയിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം ഹോം സിനിമയിലെ ഇന്ദ്രൻസിന്റെ ഒലിവർ ട്വിസ്റ്റ് പറയുന്നത് പോലെ ആരും അത് വിശ്വസിക്കില്ല. പക്ഷേ അപ്പോഴും അപ്പുറത്ത് ഋതുരാജ് ഗെയ്ക്വാദ് ഉണ്ടായിരുന്നു. ഒരറ്റത്ത് നിൽക്കേണ്ടി വന്ന ഋതുരാജ് തുടങ്ങുന്നത് മിസ്വിറ്റുകളിലൂടെയും എഡ്ജുകളിലൂടെയും ഒക്കെ ആയിരുന്നു അന്ന്. ഒരു തവണ കീപ്പർ പന്ത് അദ്ദേഹം നൽകിയ ക്യാച്ച് താഴെയിടുകയും ചെയ്തു. ജഡേജയ്ക്കൊപ്പം കൂടിയ ഋതുരാജ് ഇടയ്ക്ക് അദ്ദേഹത്തിനൊപ്പം ചേർന്ന് പാർട്ണർഷിപ്പ് പടുത്തുയർത്തി ആദ്യ 10 ഓവറിൽ എത്തിയത് വെറും 44 റൺസാണ്. ജഡേജ നേടിയ 26 റൺസിനൊപ്പം 81 റൺസ് ചേർത്ത ഋതുരാജ് ഗെയ്ക്വാദ് പിന്നീട് അവസാന പന്തിൽ നേടിയ സിക്സർ ഉൾപ്പെടെ അതിനുശേഷം അവസാന ഓവർ അവസാനിക്കുമ്പോൾ നേടിയത് 88 റൺസ്. ടോട്ടൽ സ്കോറിന്റെ 56%. അവസാനം ബ്രാവോയുടെ ക്യാമിയോ 130 കടക്കില്ലെന്ന കരുതിയ സ്കോർ 150 കടക്കുന്നു. മുംബൈ ഇന്ത്യൻസിന്റെ സകല കണക്കുകൂട്ടലുകളും തകർത്തെറിഞ്ഞ പ്രകടനമായിരുന്നു ഗെയ്ക്വാദിന്റേത്. രാഹുൽ ചഹാറിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ ക്വിന്റൻ ഡിക്കോ ഗെയ്ക്വാദിനെ ആദ്യം കൈവിട്ട് കളഞ്ഞിരുന്നു. പിന്നീട് ഒരു അവസരം പോലും നൽകാതെയായിരുന്നു ഗെയ്ക്വാദിന്റെ പ്രകടനം. ഇന്നിംഗ്സിലെ അവസാന പന്തിൽ ബുംറയെ സിക്സർ പറത്താനും ഗെയ്ക്വാദിന് അന്ന് സാധിച്ചു. UAEയിലെ തുടർച്ചയായ 4ാം അർദ്ധ സെഞ്ചുറി അന്ന് നേടിയ യുവതാരം മുംബൈ ഇന്ത്യൻസിനെതിരെ ഉയർന്ന വ്യക്തിഗത സ്കോർ നേടുന്ന CSK താരം കൂടി ആയി മാറി അന്ന്. 2013 മൈക്കൽ ഹസി കുറിച്ച 86 നോട്ട് ഔട്ട് റൺസിന്റെ റെക്കോർഡാണ് 88 ആക്കിക്കൊണ്ട് ഗെയ്ക്വാദ് തകർത്തത്. സീസണിന്റെ ആദ്യഘട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനോട് ഡൽഹിയിലേറ്റ തോൽവിക്ക് ദുബായിൽ പകരം വീട്ടാൻ ഈ സ്കോർ മതിയായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന് അന്ന്. 14ാം സീസണിന്റെ 2ാം ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ചെന്നൈ 20 റൺസിന് മുംബൈയെ തോൽപ്പിച്ചു അന്ന്. സ്കോർ ചെന്നൈ 20 ഓവറിൽ 6ന് 156, മുംബൈ 20 ഓവറിൽ 8ന് 136. ആദ്യഘട്ടത്തിൽ മുംബൈയുടെ ജയം 4 വിക്കറ്റിനായിരുന്നു. പിന്നീട് ചെന്നൈ ഇത് പകരം വീട്ടിയിരിക്കുന്നു. ഇംഗ്ലണ്ട് പര്യടനത്തിന് കാൽമുട്ടിന് പരിക്കേറ്റ രോഹിത് ശർമ്മയും സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയും വിട്ടുനിന്നതിനാൽ അന്ന് ക്ലീറൻ പൊള്ളാടായിരുന്നു മുംബൈയെ നയിച്ചിരുന്നത്. അന്ന് ചെന്നൈയുടെ വിജയത്തിന് അവർ കടപ്പെട്ടത് ഋതുരാജ് ഗെയ്ക്വാദ് എന്ന ഈ യുവതാരത്തോടായിരുന്നു. ഗെയ്ക്വാദിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കൂടി ആവാമെന്ന് കരുതുന്നു. അതിനു മുമ്പത്തെ IPL സീസണിൽ 2020 IPL സീസണിൽ കൊൽക്കത്ത ഉയർത്തിയ 172 റൺസ് എന്ന വിജയലക്ഷ്യം 6 വിക്കറ്റ് ബാക്കി നിൽക്കെയാണ് ഗെയ്ക്വാദിന്റെ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിൽ ചെന്നൈ മറികടന്നത്. അതിന് മുമ്പുള്ള മത്സരത്തിൽ രാജസ്ഥാനെതിരായ മത്സരവും തോറ്റതോടെ പ്രസന്റേഷൻ സമയത്തെ മഹേന്ദ്ര സിംഗ് ധോണി എന്ന ക്യാപ്റ്റന്റെ തോൽവിക്കുള്ള കാരണം പറച്ചിൽ ആ സമയത്ത് വിവാദമായിരുന്നു. രാജസ്ഥാനെതിരായ മത്സരശേഷം CSK ടീമിലെ യുവതാരങ്ങളുടെ അഭാവത്തെക്കുറിച്ച് ധോണി പ്രതികരിച്ചത് വേണ്ടത്ര സ്പാർക്ക് ഇല്ലാത്തവരാണ് ചെന്നൈയുടെ യുവതാരങ്ങളെന്നും അതുകൊണ്ടാണ് അവരെ പ്ലേയിങ് 11-ൽ ഞങ്ങൾ ഉൾപ്പെടുത്താത്തത് എന്നുമായിരുന്നു. പ്രധാനമായും അതിൻ്റെ മുന ചെന്ന് പതിച്ചു നിന്നത് ആ ആദ്യ മത്സരത്തിൽ 0-നായി ഔട്ടായ ഗെയ്ക്വാദിന്റെ നേർക്ക് തന്നെയായിരുന്നു. പിന്നീട് മുൻ താരങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ ധോണിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. മുമ്പ് സൗരവ് ഗാംഗുലി ക്യാപ്റ്റനായപ്പോൾ ടീമിലെത്തിയ താരമാണ് മഹേന്ദ്ര സിംഗ് ധോണി. ഗാംഗുലിയുടെ കീഴിൽ ആദ്യ 4 മത്സരങ്ങളിൽ ധോണി ആകെ നേടിയ റൺസ് 7.33 എന്ന ആവറേജിൽ വെറും 22 റൺസ് മാത്രമായിരുന്നു. ഉയർന്ന സ്കോർ ആവട്ടെ 12. അന്ന് സൗരവ് ഗാംഗുലി സ്പാർക്ക് ഇല്ലെന്ന് പറഞ്ഞ് പുറത്തിരുത്തിയിരുന്നെങ്കിൽ ഇന്നീ കാണുന്ന ധോണി ഉണ്ടാകുമായിരുന്നു എന്നായിരുന്നു ധോണിയുടെ പ്രസ്താവനയ്ക്കെതിരെയുള്ള ആരാധകരുടെ അന്നത്തെ ചോദ്യം. എന്നാൽ അടുത്ത മത്സരത്തിൽ ഗെയ്ക്വാദ് അർദ്ധ സെഞ്ചുറി നേടി കൊൽക്കത്തക്കെതിരെ വിജയശില്പി ആയതോടെ പ്രസന്റേഷൻ സമയത്ത് ധോണി തന്നെ തന്റെ അഭിപ്രായം തിരുത്തുകയായിരുന്നു. അന്നത്തെ പ്രസന്റേഷൻ സമയത്തെ ധോണിയുടെ വാക്കുകൾ ഇതായിരുന്നു: ഋതുരാജ് അദ്ദേഹത്തിന്റെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവായിരുന്നു. ഞങ്ങൾക്ക് അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ വിശകലനം ചെയ്യാനോ ഒന്നും സമയം കിട്ടിയിരുന്നില്ല. കഴിവുള്ള യുവതാരങ്ങളിൽ ഒരാളായി വളരുകയാണ് ഋതുരാജ് ഗെയ്ക്വാദ്. അദ്ദേഹം കൂടുതൽ സംസാരിക്കുന്ന ആളൊന്നുമല്ല. ഒരാളുടെ മനസ്സിനുള്ളിൽ നടക്കുന്ന സമ്മർദ്ദങ്ങൾ അവർക്ക് മാത്രമല്ലേ അറിയുകയുള്ളൂ. ആദ്യ മത്സരത്തിൽ ഋതുരാജിനെ ഇറക്കിയപ്പോൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിച്ചുകൊണ്ട് ആദ്യ പന്തിൽ തന്നെ അദ്ദേഹം ഔട്ടാവുകയായിരുന്നു. പക്ഷേ ഒരു പന്ത് കൊണ്ട് ഒരാളെ അളക്കാനാവില്ലല്ലോ.
അദ്ദേഹം തനിക്ക് കിട്ടിയ അവസരങ്ങളെ ഉപയോഗിച്ച വിധം ആവേശം കൊള്ളിക്കുന്നതാണ്. അതേ ഋതുരാജ് നാളെയുടെ വാഗ്ദാനമായി നമ്മളെ ക്രിക്കറ്റ് മൈതാനത്ത് ആവേശം കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. ധോണി പറഞ്ഞത് അന്ന് അങ്ങനെയായിരുന്നു. അതിനുശേഷം ധോണിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഋതുരാജ് ഗെയ്ക്വാദ് പിന്നീട് രംഗത്ത് വരികയും ചെയ്തു. തീർച്ചയായും എൻ്റെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നാണിത്. തുടക്കത്തിലെ വിക്കറ്റ് പോയതിൻ്റെ സമ്മർദ്ദമായതോടെ ടീമിനെ 130-140 എന്ന സ്കോറിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. പിന്നീട് 150 എന്ന സ്കോറിലേക്ക് എത്തിക്കാനാവുമെന്ന് എനിക്ക് തോന്നി. ധോണി ബായിയും ടീം മാനേജ്മെന്റും നമുക്ക് ചുറ്റും നിന്ന് പിന്തുണ നൽകുമ്പോൾ അധികമായെന്ന് നമുക്ക് ചിന്തിക്കാനുണ്ടാവില്ല. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമാണ് മനസ്സിലുള്ളത് എന്നാണ് അന്ന് ഋതുരാജ് ഗെയ്ക്വാദ് ധോണിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ മുംബൈ ഇന്ത്യൻസിനെതിരെയുള്ള ജസ്പ്രീത് ബുംറയ്ക്കെതിരെ അവസാന ഓവറിലെ അവസാന പന്തിൽ സ്വീപ് ഷോട്ട് ചെയ്തുകൊണ്ട് സിക്സർ പറത്തിക്കൊണ്ടുള്ള ഋതുരാജിന്റെ ആ ഒരു തകർപ്പൻ ഇന്നിംഗ്സ്, അത് ഇതായിരുന്നു. An innings to remember.